ഇനി ചെറുതായിട്ട് കുറച്ച് കൃഷിക്കാഴ്ചകളുണ്ടല്ലോ. വിയറ്റ്നാം എയർലി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു 250 രൂപയ്ക്ക് ഒരു ചെറിയ പ്ലാവൻ തൈ വാങ്ങി വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഒരു ചക്ക ഇതുമേൽ ഉണ്ടായിട്ടോ. ഇപ്രാവശ്യം നല്ല രീതിയിൽ ചക്ക ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു പ്ലാവ് വെക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിയറ്റ്നാം എയർലി ധൈര്യപൂർവ്വം വാങ്ങി വെക്കാം കേട്ടോ. കാരണം നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ ചക്ക. അത്യാവശ്യം വലിപ്പം ഉണ്ടായിരിക്കും. ഇഷ്ടം മാതിരി ഇതിന് ഇപ്രാവശ്യം കായ പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കൃഷിക്കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഇത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ കടപ്പ്ലാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ശീമപ്പ്ലാവ്. അതിന്മേൽ ചക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കാട്ടിമോൺ മാവ് ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട്, നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇതൊരു ചൈനീസ് ബുഷ് ഓറഞ്ച്. ഇതുമേ നിറയെ കായ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതൊരു നാടൻ പപ്പായ. ഇനി അടുത്ത കാഴ്ചയിലേക്ക് കിടക്കാം കേട്ടോ നമുക്ക്. ഇത് അയൽവാസിയുടെ പ്ലാവാണ് കേട്ടോ. പോകുന്ന വഴിയിൽ കണ്ടപ്പോൾ വീഡിയോ എടുത്തു എന്ന് മാത്രം. നാടൻ പ്ലാവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കാട്ടിമോൺ മാവ്. ചെറിയ തൈ വാങ്ങിച്ചു വെച്ചതായിരുന്നു. 900 രൂപയ്ക്കാണെന്ന് ഞാൻ തൈ വാങ്ങിയത്. ചെറിയ തൈ, അത്ര ചെറുത് തൈയായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 2-3 മാങ്ങ ഉണ്ടായി. ഇപ്രാവശ്യം നിറയെ പൂത്തിരുന്നെങ്കിലും മഴ കാരണം എല്ലാം കൊഴിഞ്ഞു പോയി. പിന്നെ അവിടെയായിട്ട് നല്ല രീതിയിൽ മാങ്ങ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ഗുണം, എപ്പോഴും ഇത് പൂത്തുകൊണ്ടേയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ മാവ് വയ്ക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഒരു കാട്ടിമോൺ മാവ് കുറച്ച് വലിയ തൈ വാങ്ങി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മാങ്ങ കഴിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കടപ്പ്ലാവ്, എന്ന് വെച്ചാൽ ശീമപ്പ്ലാവ്. ഇതിൽ നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട്. 250 രൂപയ്ക്ക് വാങ്ങി വെച്ചാൽ ചെറിയ തൈയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഇത് വാങ്ങി വെച്ചിട്ട് 2 വർഷം ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യാം കേട്ടോ. അടുത്ത ഒരു വീഡിയോ വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം, ബായ്.